അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. ഹദീസു അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന അവ്വല മാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ വ ഇൻ ഫസദത് ഫഖദ് ഖാബ വ ഖസിറ ഫഇൻ ഇൻതഖസ മിൻ ഫരീളതിഹി ഷൈഉൻ ഖാല റബ്ബു അസ്സ വജൽ ഉൻദുറു ഹൽ ലിഅബ്ദി മിൻ തതവ്വുഇൻ ഫയുകമ്മലു ബിഹാ മൻ തഖസ മിനൽ ഫരീള ثم يكون سائر عمله على ذلك റവാഹു അബൂദാവൂദ് വ തിർമിദി വ നസായി. ഇമാം തിർമിദിയും അബൂദാവൂദും ഇമാം നസായിയുമൊക്കെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നമ്മൾ കേട്ടത്. സുന്നത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇന്ന അവ്വല മാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമത്തി, ഒരു വ്യക്തി അവൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് പരലോകത്ത് വെച്ച് വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക അവൻ്റെ നിസ്കാരത്തെക്കുറിച്ചായിരിക്കും. അഥവാ അവൻ്റെ ഫർള് നിസ്കാരത്തെ പറ്റിയായിരിക്കും. 5 വക്ത് നിസ്കാരം പ്രായപൂർത്തിയായതു മുതൽ അവൻ്റെ നിസ്കാരം പൂർണ്ണമായിട്ടുണ്ടോ, അത് ക്ലിയറാണോ, സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ നിസ്കാരം പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നാണ് ഏറ്റവും ആദ്യം അള്ളാഹു ഒരു അടിമയുടെ പ്രവർത്തനങ്ങൾ വിചാരണക്കെടുക്കുമ്പോൾ വിചാരണ ചെയ്യുന്ന കാര്യം. അതിൽ അവൻ്റെ രേഖകൾ ക്ലിയറാണെങ്കിൽ, അവൻ്റെ നിസ്കാരത്തിൻ്റെ രേഖ ക്ലിയറാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫഖദ് അഫ്ലഹ വ അൻജഹ. അവിടുന്ന് അങ്ങോട്ടുള്ള അവൻ്റെ വിചാരണയിൽ അവൻ വിജയിച്ചു കഴിഞ്ഞു. ഈ ഒന്നാമത്തെ ഭാഗം അവൻ വിജയിച്ചാൽ തന്നെ, നിസ്കാരത്തിൻ്റെ അവൻ്റെ ഭാഗത്തിൽ അവന് വിജയം പ്രാപിക്കാൻ കഴിഞ്ഞാൽ തന്നെ പിന്നീടുള്ള അവൻ്റെ വഴികൾ എളുപ്പമാകുന്ന വിധത്തിൽ അവൻ വിജയിച്ചു കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും അവൻ്റെ നിസ്കാരത്തിൻ്റെ രേഖയിൽ എന്തെങ്കിലുമൊക്കെ മോശം വന്നു പോയിട്ടുണ്ടെങ്കിൽ വ ഇൻ ഫസദത് ഫഖദ് ഖാബ വ ഖസിറ, അതവന് വലിയ നഷ്ടത്തിലേക്ക് അവൻ്റെ വാതിൽ തുറക്കുന്നതുമായിരിക്കും എന്നാണ്. അതുകൊണ്ട് ഫർള് നിസ്കാരങ്ങൾ അത് ചിട്ടയായി സമയത്തിന് നിർവഹിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു വ്യക്തിയുടെ ഫർള് നിസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചയുണ്ട്, എണ്ണത്തിൽ കുറവുണ്ട്, സ്വീകരിക്കാതായിട്ടുണ്ട്, റുക്കുനോ മറ്റോ ഒക്കെ നഷ്ടപ്പെട്ട് നിസ്കാരം സ്വീകരിക്കാത്ത വിധത്തിലായിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ഉൻദുറു ഹൽ ലിഅബ്ദി മിൻ തതവ്വുഇൻ, എൻ്റെ അടിമക്ക് അവൻ്റെ ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അഥവാ സുന്നത്ത് നിസ്കാരങ്ങൾ റവാത്തിബ് നിസ്കാരമായും അതുപോലെ തന്നെ രാത്രി നിസ്കാരമായും അതുപോലെ തന്നെ തഹിയ്യത്ത് നിസ്കാരമായും ഒക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നിർബന്ധിതമല്ലാത്ത ഐച്ഛികമായ, ചെയ്താൽ കൂലി കിട്ടുന്ന, അതുപോലെ തന്നെ ഒഴിവാക്കിയാൽ കുറ്റം കിട്ടാത്തതായ നിർബന്ധിതമല്ലാത്ത നിസ്കാരങ്ങളുടെ രേഖ പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അങ്ങനെ ആ രേഖയിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫർളിൽ വന്നിട്ടുള്ള കുറഞ്ഞുപോയതിനെ പരിഹരിക്കാൻ പര്യാപ്തമായ വിധത്തിൽ ഫർള് നിസ്കാരം അവൻ്റെ രേഖയിലുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അവൻ രക്ഷപ്പെടുന്നതായിരിക്കും എന്നാൽ സുമ്മ യകൂനു സായിറു അമലിഹി അലാ ദാലിക്, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എല്ലാ കർമ്മങ്ങളും ഇതുപോലെയായിരിക്കും വിചാരണക്കെടുക്കപ്പെടുക. നിർബന്ധമായ കാര്യങ്ങൾ, നിസ്കാരത്തിന് പുറമെ സക്കാത്ത്, നിർബന്ധമായും നൽകേണ്ട സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നിർബന്ധിത സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അതിനെ പരിഹരിക്കുക സ്വതക്കകൾ വെച്ചുകൊണ്ടായിരിക്കും എന്നർത്ഥം. ഈ വിധത്തിൽ നിർബന്ധമായി നിർവഹിക്കേണ്ട കാര്യങ്ങളെ അള്ളാഹു വിചാരണ കൊടുക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ള കുറച്ചിലിനെ പരിഹരിക്കുക സുന്നത്തായി ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നാണ്. പലപ്പോഴും നമുക്ക് സുന്നത്തിനോടുള്ള നമ്മുടെ മനോഭാവത്തെ മാറ്റേണ്ടതുണ്ട് എന്നാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. അഥവാ സുന്നത്ത് നിസ്കാരം അല്ലെങ്കിൽ സുന്നത്ത് ആയ കർമ്മങ്ങൾ എന്ന് പറയുന്നത് അത് ചെയ്താൽ കൂലി കിട്ടുന്നതും ഒഴിവാക്കിയാൽ കുറ്റം കിട്ടാത്തതും എന്ന നിർവചനം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന നിർവചനമാണ്. എന്നാൽ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട രീതി അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായി, ചെയ്താൽ ഏറെ പുണ്യം കിട്ടുന്നതും ഒഴിവാക്കിയാൽ വലിയ നഷ്ടം സംഭവിക്കുന്നതുമാണ് എന്നതാണ് സുന്നത്തുകളെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട സമീപനം. നോക്കൂ, നമ്മുടെ മുൻഗാമികൾ എത്ര ഗൗരവത്തോടു കൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ, സുന്നത്തുകളെ അവർ പഠിച്ചിട്ടുള്ളത്.
12 റക്അത്ത് റവാത്തിബ് നിസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുണ്ട്. ആരെങ്കിലും ഒരു ദിവസം നിർബന്ധ നിസ്കാരത്തിന് പുറമെ 12 റക്അത്ത് നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസിൻ്റെ പിന്നെ റാവിമാർ, ആ ഹദീസിൻ്റെ നിവേദകരിൽപ്പെട്ട ഓരോരുത്തരും പറയുന്നത്, ഇന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ ഈ ഹദീസ് കേട്ടതിന് ശേഷം ഈ കർമ്മത്തെ ഞാൻ ഒരു ഉപേക്ഷയും വരുത്തിയിട്ടില്ല എന്ന് റവാത്തിബ് നിസ്കാരം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ്റെ പരമ്പരയിൽപ്പെട്ട റാവിമാർ എല്ലാവരും പറയുന്നുണ്ട്. ഇന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ കേട്ടത് മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് ഉപേക്ഷ വരുത്തിയിട്ടില്ല. അങ്ങനെയാണ് സുന്നത്തുകളെ മുൻഗാമികൾ എടുത്തിരുന്ന അതിനോടുള്ള സമീപനം. അതവർ കേൾക്കുകയും പഠിക്കുകയും ചെയ്താൽ പിന്നീട് അതവർ ഉപേക്ഷ വരുത്താറില്ല. കിടന്നുറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട സുന്നത്തിനെക്കുറിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആ വാചകങ്ങൾ, അദ്ദേഹം അതിനോട് കാണിച്ച ഗൗരവത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചതിന് ശേഷം ഇന്നുവരെ ഞാനത് ഉപേക്ഷ വരുത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് 33 തവണകളായി രാത്രി കിടന്നുറങ്ങുമ്പോൾ ചൊല്ലുന്ന കാര്യത്തെക്കുറിച്ച് അത് പറഞ്ഞപ്പോൾ ചിലരൊക്കെ കൗതുകത്തോട് ചോദിച്ചു, വലാ ലൈലത്ത സിഫീൻ, വലിയ മാനസിക സംഘർഷം അലി റളിയല്ലാഹു അൻഹുവിന് ഉണ്ടാകാൻ സാധ്യതയുള്ള, അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകരുടെ, പ്രവാചകൻ്റെ അനുചരന്മാർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്ന സിഫീനിൻ്റെ രാത്രിയിൽ നിങ്ങളത് മറന്നുപോകാൻ വകയില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലാ ലൈലത്ത സിഫീൻ, വലിയ മാനസിക സംഘർഷം അനുഭവിച്ച സിഫീനിൻ്റെ രാത്രിയിലും പ്രവാചകൻ്റെ അധ്യാപനത്തെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് സുന്നത്ത് മുൻഗാമികളൊക്കെ പിന്നെ ഉണ്ടായിരുന്ന അവരുടെ ഒരു സമീപനം ഒരു വായിച്ചത് ഓർമ്മയുണ്ട്, പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർ ഒരു കാര്യം ആകാംക്ഷയോടെ ആവേശപൂർവ്വം ചെയ്തത് ഇത് സുന്നത്താണ് എന്ന കാരണം കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഒഴിവാക്കുന്നത് അത് സുന്നത്തല്ലേ എന്ന കാര്യം കൊണ്ടാണ്. രണ്ടുപേരും പറയുന്നത് ഒരേ വാചകങ്ങളാണ്, പക്ഷെ അതിനോടുള്ള സമീപനത്തിലാണ് വ്യത്യാസമുള്ളത്. നമ്മുടെ സമീപനം നമ്മുടെ കർമ്മങ്ങളുടെ രേഖയിൽ ആവുന്നത്ര വിധത്തിൽ സുന്നത്തുകളെ വർദ്ധിപ്പിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകനോട് അനുധാവനം ചെയ്യുന്നതിൽ നമ്മളെ ഏറെ സഹായിക്കും. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്നതിന് നമ്മളെ സഹായിക്കും. നമ്മുടെ വിചാരണയിൽ നിർബന്ധമായ ബാധ്യതകൾ എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷ വന്നു പോയാൽ അതിനെ പരിഹരിക്കാനും സഹായിക്കും. റഹ്മാൻ റബ്ബ് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.